السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين، أما بعد. وقال رسول الله صلى الله عليه وسلم: يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മീലാദ് ദിനത്തോടനുബന്ധിച്ച് സുന്ന സ്റ്റുഡന്റ് അസോസിയേഷൻ നടത്തുന്ന വസീല 25 എന്ന പ്രൗഢമായ വേദിയിലാണ് ഞാൻ സ്വീകരിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യുന്ന വിഷയം എന്നുള്ളത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നബുവത്തും റിസാലത്തും മറ്റു അവരെ കുറിച്ചിട്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് ഭൂജാതനായി വീഴുന്നത് വരെ റഹ്മത്തുൽ ലിൽ ആലമീനായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്നത്. പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറഞ്ഞില്ലേ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ റഹ്മത്തുൽ ലിൽ ആലമീനായിട്ടല്ലാതെ, ലോകർക്കെല്ലാവർക്കും കരുണയായിട്ടല്ലാതെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ലോകത്തേക്ക് അയച്ചിട്ടില്ല എന്ന് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്ലാഹു ഇറക്കി കൊടുത്ത പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 63 വയസ്സിലെ ജീവിതകാലം മുഴുവനും ലോകർക്ക് എല്ലാവർക്കും കരുണയായിട്ടായിരുന്നു അവിടുന്ന് ജീവിതം കാണിച്ചു കൊടുത്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പോലെ വേറെ ഒരു നല്ല മനുഷ്യനെ ഈ കാലഘട്ടത്തിൽ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ, മാതൃകയായി കാണിച്ചു തരാൻ നമുക്ക് കഴിയില്ല എന്ന് നാം ആമുഖമായി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് വലിയ വലിയ കവിമാർ അവരുടെ കവിതയിലൂടെ ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാം. മഹാനായ ആശിഖുർ റസൂൽ ഇമാം ബൂസൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അതുപോലെ തന്നെ വലിയ വലിയ മഹാന്മാർ പല രീതിയിലും പാട്ടിലൂടെയും കവിതയിലൂടെയും കാവ്യത്തിലൂടെയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരിക്കുന്നത് നമുക്ക് കാണാം. മഹാകവി അല്ലാമ ഇഖ്ബാൽ തന്റെ കവിതയിലൂടെ ഉദ്ധരിക്കുന്നത് കാണാം. കിന്തേ താരെ ഹേ ആസ്മാൻ पर चांद जैसा कोई नहीं, किंदे चहर है जमीन पर मुहम्मद जैसा कोई नहीं. ആകാശഗംഗയിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്, അതുമല്ല അതിനേക്കാൾ വെട്ടിത്തിളങ്ങുന്ന ഒരു പൂർണ്ണ ചന്ദ്രനുണ്ട്. ആ ചന്ദ്രനേക്കാളും പ്രകാശമുള്ള ഒരു മുഖമുണ്ട്, ഒരു വജഹുണ്ട്. അത് എന്റെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖമാണ് എന്ന് മഹാകവി അല്ലാമ ഇഖ്ബാൽ നമ്മെ ഉണർത്തുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തങ്ങളുടെ മുഖമെന്നു കണ്ടാൽ അബിയദു മഹ്മറും നിറമാണ് അവിടുത്തെ മുഖം. വെളുപ്പും ചുവന്ന കലവും കലർന്ന നിറമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വജഹ് നമുക്ക് അറിയാവുന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ മക്കയിൽ
ദീനി പ്രബോധനത്തിലും വ്യാപാരത്തിലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിലേക്ക് ഒരുപാട് ആളുകളെ ഇങ്ങനെ ക്ഷണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. വലിയ വലിയ ഗോത്രക്കാരുടെ തലവന്മാരെല്ലാം ഇസ്ലാമിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്ലാം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോവുകയും അവിടെ നിന്ന് അധികം അൻസ്വാരികളെല്ലാം ഇസ്ലാം സ്വീകരിച്ച് വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. ആ സമയത്താണ് മക്കയിലുള്ള ഏറ്റവും വലിയ നാം എല്ലാവരും ഖിബലയാക്കി നിസ്കരിക്കുന്ന പരിശുദ്ധമാക്കപ്പെട്ട കഅബ, ആ കഅബയുടെ താക്കോൽ ആർക്ക് കൊടുക്കണമെന്ന തർക്കത്തിലാണ് ആ നാട്ടുകാർ. അവരെല്ലാവരും കഅബയുടെ മുമ്പിൽ ഇങ്ങനെ ഒത്തുകൂടിയിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവരതാ മക്കക്കാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കഅബയുടെ താക്കോൽ ആർക്ക് കൊടുക്കണമെന്ന് തീരുമാനിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളതാ ആ കഅബയുടെ താക്കോൽ ആർക്ക് കൊടുക്കണമെന്ന് ധൃതിയിലതാ ഒരാളെ ഇങ്ങനെ തപ്പുന്നത് കാണുന്നുണ്ട്. ആരെയാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എല്ലാവരുടെ എത്തിപ്പാളി നോക്കുകയാണ്. ആരാണ്, ആർക്കാണ് ഇത് കൊടുക്കുക? എല്ലാ അൻസ്വാരികളും സഹാബിമാരൊക്കെ പറയുന്നുണ്ട്, ഹബീബായ തങ്ങളെ ആ കഅബയുടെ താക്കോൽ എനിക്ക് തന്നാൽ നബിയേ, ആ കഅബയുടെ താക്കോൽ ഞാൻ സൂക്ഷിച്ചു കൊള്ളാമെന്ന് അതാ കൊടുക്കുകയാണ്, ചോദിക്കുകയാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ബേക്കിൽ ഒരാളാ തലയിൽ കുനിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാണ് ആ തലയിൽ കുനിഞ്ഞുകൊണ്ടിരിക്കുന്നത്? അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന ഒരു സ്വഹാബിയാണ്. മഹാനവറുകളെ അവിടെ തലയിൽ കുനിഞ്ഞിരിക്കുകയാണ്. എന്താണ് തലയിൽ കുനിഞ്ഞിരിക്കാനുള്ള കാരണമെന്ന് നാം പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മക്കയിൽ ഇസ്ലാം പ്രബോധനം ചെയ്യുന്ന സമയത്ത് മുത്തുനബിക്ക് ഒരു ആഗ്രഹം തോന്നുകയാണ്. എന്താണ് അവിടുത്തെ ആഗ്രഹം? കഅബയുടെ ഉള്ളിൽ കയറി നിന്ന് പ്രാർത്ഥിക്കണം, ഇബാദത്ത് ചെയ്യണം എന്നൊരു മതിയായ ആഗ്രഹം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അന്നത്തെ കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹയോട് ചോദിക്കുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ, ആ കഅബയുടെ താക്കോൽ എനിക്ക് തരുമോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ വളരെ ക്രൂരമായി പ്രതികരിക്കുകയാണ്. എന്താണ് അവിടുത്തെ പ്രതികരണം? ഓ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം, നീ അത്രക്കായോ? നീ കഅബയുടെ താക്കോൽ മേടിക്കാൻ ചോദിക്കാൻ അത്രക്കായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ ചോദിക്കുകയാണ്. മുത്തുനബിക്ക് ആകെ വിഷമമായി. മുത്തുനബിയുടെ പകരം വീട്ടില്ല. മുത്തുനബി പറഞ്ഞു, ഓ അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ, ഈ കഅബയുടെ താക്കോൽ എന്റെ കയ്യിൽ വരുന്നൊരു നാളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് കാത്തിരിക്കാമെന്ന് അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹയോട് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ താക്കോൽ മേടിക്കുകയും ആ താക്കോൽ അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹയെ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ആളുകളാകെ ബേജാറായിക്കൊണ്ട് നോക്കുകയാണ്. എന്താണ് നോക്കുന്നത്? മുത്തുനബി എന്ന് ആട്ടി പറഞ്ഞയച്ച അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ മുത്തുനബി ചാവി കൊടുക്കുകയോ? എന്താണ് ഇത് കാണുന്നത്? അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹയുടെ കയ്യിലേക്ക് കഅബയുടെ താക്കോൽ വെച്ച് കൊടുത്തുകൊണ്ട് പറയുകയാണ്, ഓ അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ, ഇത് നിന്റെ പരമ്പരയിലാണ്. ഈ കഅബയുടെ താക്കോൽ നിന്റെ പരമ്പരയിലാണ്. ഇന്നും കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരി അബ്ദുല്ലാഹി ഇബ്നു ത്വൽഹ എന്ന് പറയുന്ന സ്വഹാബിയുടെ അവിടുത്തെ കുടുംബ പരമ്പരയിലാണ് ഇന്നും കഅബയുടെ താക്കോൽ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രത്തേൽ കാരുണ്യത്തിന്റെ ഉടമയായിരുന്നു. നാം തുടങ്ങി വെച്ചത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. ഹബീബായ തങ്ങൾ റഹ്മത്തുൽ ലിൽ ആലമീൻ ആയിട്ടാണ് പഠിച്ചിട്ടില്ല എന്നതിന് വലിയ ഉത്തമ ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇനിയും ഒരുപാട്
പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ചുരുക്കുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.